ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം ആദ്യം തന്നെ കമലേനെയാണ് കാണിക്കുന്നത്. കമല ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ, തനിച്ചാണല്ലോ. അപ്പോൾ കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കമല ചെന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ മനു ആയിരിക്കും കേട്ടോ. മനുവിൻ്റെ കയ്യിൽ വലിയൊരു ബാഗൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇത്ര വലിയ ബാഗുമായിട്ട് എന്ന്. അപ്പോൾ മനു പറയും, അവിടെ കുറേ അലക്കാനുണ്ടായിരുന്നു, ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറയും കേട്ടോ. അമ്മ ഒരു ചായ എടുക്കുമോ എന്ന് ചോദിക്കും കേട്ടോ. എടുക്കാമെന്ന് പറയും. നീ എന്തായാലും കഴിച്ചായിരുന്നോ എന്നിങ്ങനെ മനുവിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് വണ്ടിയിലിരുന്ന് കഴിച്ചു, എൻ്റെ കൂടെ അനന്യ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കമലയ്ക്ക് നല്ല സന്തോഷമാവും കേട്ടോ. ആര്, നമ്മുടെ രാമപുരത്ത് അനന്യ എന്ന് ചോദിക്കും കേട്ടോ. അതേന്ന് അറിയും കേട്ടോ മനു ആണെങ്കിലും. അപ്പോൾ അനന്യയ്ക്കാണെങ്കിലും നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കോളേജിൽ പഠിച്ചതല്ലേ, പിന്നെ അവൾ കാരണമാണല്ലോ എനിക്കിപ്പോൾ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ എന്നും ഇങ്ങനെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും കാണാറുണ്ട്, അവളും ഇൻഫോ പാർക്ക് തന്നെയല്ലേ ജോലി ചെയ്യുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും കമലയാണെങ്കിലും ചായ എടുക്കാനായിട്ട് നല്ല സന്തോഷത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ മനു ആണെങ്കിലും അനന്യനെ വിളിച്ചിട്ട് മാക്രി ഞാനിവിടെ വീട്ടിലെത്തിയിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീനയുടെ ഫോണിലേക്കാട്ടോ വിളിക്കുന്നത്. അപ്പോൾ അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും കുറേ അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കൊച്ചെ അലീന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അലീന വരുന്നുമില്ല, അലീന കേൾക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശി എടുത്തിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. മനു ആണെങ്കിലും അപ്പോൾ മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അലീനയുടെ ഫോൺ മുത്തശ്ശിയാണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. അവളെവിടെ അടുക്കളയിൽ എന്തോ വലിയ പണിയിലാണെന്ന് തോന്നുന്നുണ്ട്, അവളെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശീനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മനു ആണെങ്കിലും ഇപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശി, സുഖമാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഒരു സുഖമില്ല, പിന്നെ എൻ്റെ കാല് കുഴപ്പത്തിലായി എന്ന് പറയും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതെങ്ങനെയെന്നൊക്കെ. അപ്പോൾ വീണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മുത്തശ്ശി നേരിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ മനുവിനോടാണെങ്കിലും പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയാണ്, നീ എറണാകുളത്താണോ, നിനക്കിപ്പോൾ എറണാകുളത്ത് ജോലി കിട്ടിയെന്ന് അലീന പറഞ്ഞു എന്ന് പറയും കേട്ടോ. അല്ല, ഞാനിപ്പോൾ കൊല്ലപ്പള്ളിയിലാണെന്ന് മനു പറയുകയും ചെയ്യും. അപ്പോൾ ഇവർ മുത്തശ്ശിയും കൊച്ചുമോനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കമല ചായയും കൊണ്ട് വരുന്നത്. അപ്പോൾ കമല ഇവരുടെ സംസാരം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മനു പിന്നെ മുത്തശ്ശീനോട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോനെ നീ ഇങ്ങോട്ട് വരണം കേട്ടോ, എനിക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശിയും കോള് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കമല മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിച്ചതെന്ന്. അപ്പോൾ മുത്തശ്ശിയാണ്, അത് അമ്മയ്ക്ക് ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഫോണില്ലല്ലോ, നീ ആരുടെ ഫോണിലേക്കാണ് വിളിച്ചത് എന്ന് പറയുമെന്ന് പറയും കേട്ടോ. അത് അലീനയുടെ ഫോണിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ കടപ്പാട്ടൂരിലെ ഇങ്ങനെ അടുക്കളക്കാരിയുടെ ഫോണിലേക്ക് നിനക്ക് വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കമല ചോദിക്കുന്നത്, അവൾ നിന്നെ ഇങ്ങോട്ട് വിളിച്ചതാണോ നീ അങ്ങോട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, രണ്ടായാലും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അല്ല, അവൾ ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ അവളുടെ അഹങ്കാരം കൊണ്ടാണെന്ന് പറയും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടാണ് വിളിച്ചതെങ്കിലോ എന്ന്. അത് നിൻ്റെ അല്പത്തരാണെന്ന് പറയും കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെ കടപ്പാട്ടൂരിലെ അടുക്കളക്കാരിയുടെ ഫോണിലേക്ക് നിനക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ വില കളയാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. ഓ അങ്ങനെയാണോ, അലീനേനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വില പോവുമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ കുറേ അവളോട് സംസാരിച്ച് കഴിഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ വില എങ്ങനെ താഴ്ന്ന് കിടക്കുകയാണ്, ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ ലെവലാണ് എന്ന് പറയൂ കേട്ടോ. പിന്നീട് കമലയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒട്ടുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മനു ആണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മയുടെ ചായ നന്നായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു അവൻ്റെ ഒരു ചായ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നല്ലത് പറയാനും പാടില്ലേ, ഇതെന്തോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനേനെ വിളിക്കുകയാണ്, ചേച്ചി ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ, എനിക്കിങ്ങനെ ചേച്ചീനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, പിന്നെ അത് മാത്രമല്ല ചേച്ചിയാണെങ്കിൽ അങ്ങനെ ഹരിശങ്കറിൻ്റെ അതുപോലെ തന്നെ രോഹിത്തേട്ടൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയാണെങ്കിലും ഇങ്ങനെ ചേച്ചീനും കൂടെ ഇവിടെ എടുക്കുമോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എന്തായാലും എനിക്ക് നിൻ്റെ കാര്യത്തിലായിരുന്നു പേടി, അപ്പോൾ നീ നല്ലൊരു സ്ഥലത്തല്ലേ എത്തിപ്പെട്ടത്, അതുകൊണ്ട് പിന്നെ എൻ്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. എന്നാലും രേവതിക്കുട്ടിക്ക് ആകെ ഒരു പേടിയൊക്കെ ഉണ്ടെന്ന് അലീനയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പിന്നീട് മാമച്ചനെയും ഗ്രേസമ്മേനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മാമച്ചായൻ്റെ അനിയനാണ് കേട്ടോ, അനിയനും ഭാര്യയും മകനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മകനെ ഏവിയേഷൻ കോഴ്സിന് ചേർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എറണാകുളത്തേക്ക്. അപ്പോൾ മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, റോണീനെ ഏവിയേഷൻ കോഴ്സിന് ചേർക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ മാമച്ചായൻ റോണീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് പൈലറ്റ് ആവാനാണോ ആഗ്രഹം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതേന്ന് റോണി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും അവർക്കുള്ള ജ്യൂസൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ രേവതിക്കുട്ടി ജ്യൂസ് ഇങ്ങനെ എല്ലാവരുടെ നേരെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത്
മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, അതും പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ട് വെച്ചോ എന്ന് പറയും കേട്ടോ. ഇതാണ് പുതിയ ദേഹണ്ണക്കാരി എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മേനോട് ചോദിക്കുകയും ചെയ്യാണ്. ഗ്രേസമ്മയാണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ രേവതിക്കുട്ടീനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളാണ് ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഒരു കുറവില്ലാതെ എല്ലാം അവൾ നോക്കും, അതുപോലെ തന്നെ എല്ലാ ജോലിയും അവൾക്ക് ചെയ്യാനറിയാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ പെണ്ണുമ്പിള്ളയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ രേവതിക്കുട്ടീനോട് കുറച്ച് ഗൗരവത്തിൽ നിൻ്റെ പേരെന്താടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ രേവതിക്കുട്ടി എന്ന് പറയുകയും ചെയ്യും. എന്തായാലും അവർക്ക് ഇങ്ങനെ രേവതിക്കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, ഇവളാണോ ഇപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ സെലീനൊക്കെ ഇങ്ങനെ പരാതി പറയുന്നത് കേട്ടു, ഇവളാണ് ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കുന്നത്, നല്ല അധികാരത്തോടു കൂടിയൊക്കെ സംസാരിക്കും എന്നൊക്കെ പരാതി പറയുന്നത് കേട്ടല്ലോ സെലീന എന്ന് പറയുമ്പോൾ, ചേച്ചി എന്തിനാ ചേച്ചിയുടെ ഫോണൊക്കെ അവൾക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവും, അതുകൊണ്ടാണ്, ചിലപ്പോൾ പെട്ടിയിലോ അലമാരയിലോ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ വരെ ഫോൺ വെച്ച് മറന്നു, അതുകൊണ്ടാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ മാമച്ചായൻ്റെ അനിയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പം മറവി ആർക്കാ ഇല്ലാത്തതെന്ന് കേട്ടോ. അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് ദേസമ്മയാണെങ്കിലും ജിജോയുടെ മുറി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മുറി ആകെ അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ, ഇത് തുറക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടിയാണല്ലോ അവിടെ എല്ലാം വൃത്തിയാക്കി ആ ഫോട്ടോ എല്ലാം അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരോട് പറയുമ്പോൾ അവർക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, മരിച്ച ആളുകളുടെ ഫോട്ടോ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ അല്ലേ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുകയുള്ളൂ, മരിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒരു മാലയിട്ട് വെക്കുകയല്ലേ ചെയ്യാറുള്ളതെന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇപ്പം എന്താ കുഴപ്പം, എനിക്ക് എൻ്റെ മകൻ എത്രയോ ദൂരെയായിരുന്നു എന്നാണ് തോന്നിയിരുന്നത്, ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുറിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവൻ ഇവിടെ ഉള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത് എന്ന് പറയും. പിന്നീട് മാമച്ചായൻ്റെ അനിയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടാൽ തോന്നും അവൻ വൈകുന്നേരം ഇവിടെ വന്ന് കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരു വേലക്കാരി പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, നമുക്കൊരു വിശ്വാസമില്ലേ മരിച്ചു പോയവർ ഇങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ളത്, നല്ലവരാണെങ്കിൽ സ്വർഗത്തിലെത്തി അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളതെന്ന് പറയട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത്, അങ്ങ് ദൂരെ ഹിമാലയത്തിലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ദൈവദോഷം പറയരുതേ ചേച്ചി എന്നിങ്ങനെ മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ദൈവദോഷമാണ് പറഞ്ഞത്, നിങ്ങളെ ഈ മുറി കൊണ്ട് കാണിച്ച് എന്നെ വേണം പറയാനെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയാണെങ്കിലും അവിടെ നിന്ന് എണീറ്റ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് മതി അവിടെ നിന്നത്, ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നിട്ട് രേവതിക്കുട്ടി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് മാമച്ചായൻ്റെ അനിയനും അതുപോലെ തന്നെ മകനും കൂടെ റൂമിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ രേവതിക്കുട്ടി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ വരുമ്പോൾ ഇങ്ങനെ മാമച്ചായൻ്റെ അനിയനും ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ദോഷം പറയരുതല്ലോ, ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ മകനും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും കൊള്ളായിരുന്നു അങ്ങനെ കേട്ടോ പറയുന്നത്. അപ്പോൾ അതങ്ങനെ പറയാമെന്ന് ഗ്രേസമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസമ്മ അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പം മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ രേവതിക്കുട്ടീനെ പറ്റിയാണ് കേട്ടോ സംസാരിക്കുന്നത്. രേവതിക്കുട്ടിക്ക് അത്രയും ഫ്രീഡം അവർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും അവർക്ക് പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ രേവതിക്കുട്ടി എങ്ങാനും അവിടെ ഇങ്ങനെ അവകാശം ഉറപ്പിക്കുമോ എന്നുള്ള പേടിയും ടെൻഷനൊക്കെയാണ് അവർക്ക്. മാമച്ചന് വേറെ ഇനിയിപ്പോൾ ഒരു മകളാണെങ്കിലുള്ളത് കന്യാസ്ത്രീ ആയിട്ട് പോയതാണല്ലോ, അപ്പോൾ അവർക്ക് സ്വത്തൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ രേവതിക്കുട്ടി എങ്ങാനും മാമച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു വിഹിതം എഴുതി വാങ്ങിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് അവർ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാമച്ചൻ്റെ അനിയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ സ്വത്ത് ഞാൻ അന്യർക്ക് കൊടുക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അയാളുടെ ഭാര്യയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മളെന്തായാലും റോണീനെ ഇവിടെ ഏവിയേഷൻ കോഴ്സിന് ചേർക്കാൻ വേണ്ടി വന്നതാണല്ലോ, അപ്പോൾ അവനെ നമുക്ക് ഹോസ്റ്റലിൽ നിർത്തണ്ട, ഇവിടെ നിർത്താം എന്ന് പറയൂട്ടോ. അപ്പോൾ റോണിക്കാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാനാണ് കേട്ടോ ഇഷ്ടം, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ആകുമ്പോൾ ജീപ്പുണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ AC റൂമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കാം, പിന്നെ ഇടയ്ക്കാണെങ്കിൽ മാമച്ചായൻ നിനക്ക് പോക്കറ്റ് മണിയും തരും എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ റോണിക്ക്. അത് കൊള്ളാലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അനിയനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അനിയൻ്റെ ഭാര്യ. മാമച്ചായനോട് പറയണമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് ഇവൻ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹന്നമോളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയും കേട്ടോ. അവർക്കൊരു മകളും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ താമസാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവരുടെ പ്ലാന്. അപ്പോൾ എന്തായാലും അവിടെ ഒരു പതുക്കെ ഒരു പിടി മുറുക്കണം എന്നാണ് കേട്ടോ പറയുന്നത്, സ്വത്ത് ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാമച്ചായന് ഇനിയിപ്പോൾ ഒരു കന്യാസ്ത്രീ മകളാണുള്ളത്, പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അനിയൻ തന്നെ ആയിരിക്കുമല്ലോ ഏട്ടൻ്റെ സ്വത്ത് മുഴുവൻ. അപ്പോൾ അതിലാണ് കേട്ടോ അവരുടെ കണ്ണ്. അപ്പോൾ അവരുടെ സംസാരം അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവർ യാത്ര പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏതായാലും കാർ എടുത്ത് ഇതുവരെ വന്നതല്ലേ, ഇന്ന് തന്നെ പോകണമെന്നൊന്നുമില്ലല്ലോ, ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അനിയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവിടെ ഹന്നമോൾ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും ഇങ്ങനെ അനിയൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ, റോണീനെ അവിടെ നിർത്തുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ എറണാകുളത്ത് നിന്ന്, ഇപ്പോൾ കോതമംഗലത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു 3 മണിക്കൂറെങ്കിലും യാത്രയുണ്ടാവും. റോണീനെ ഇവിടെ ഏവിയേഷൻ കോഴ്സിന് ചേർത്തല്ലോ, അപ്പോൾ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവുമല്ലോ എന്ന് ഗ്രേസമ്മ പറയൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തിക്കോട്ടെ, ഇവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഹോസ്റ്റലിലാണെങ്കിൽ ഇങ്ങനെ ഒരു 5 കുട്ടികളൊക്കെ ആയിരിക്കും ഒരുമിച്ച്, അപ്പോൾ വൃത്തിയും ഇതൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇവനെ കൊണ്ടൊരു ശല്യമൊന്നും ഉണ്ടാവില്ല, അവനെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിവിടെ നിൽക്കുന്നതും മാമച്ചായൻ്റെ അനിയൻ്റെ മോനെന്ന് പറഞ്ഞാൽ മാമച്ചൻ്റെ മകനെ പോലെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സോപ്പിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ എന്നിങ്ങനെ ഗ്രേസമ്മ പറയുകയാണ് കേട്ടോ. അപ്പോൾ റോണീനെ അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ പറയാതെ അങ്ങ് പറയുകയാണ് ഗ്രേസമ്മയാണെങ്കിലും. അപ്പോൾ പിന്നെ രേവതിക്കുട്ടീനെ പറ്റിയാണ് കേട്ടോ പിന്നീട് പറയുന്നത്, അവളെ ഇങ്ങനെ നിലയ്ക്ക് നിർത്തിക്കോണം, അവളുടെ പെരുമാറ്റം ഇതൊന്നും ഒരു വീട്ടുവേലക്കാരിയുടെ പോലെയൊന്നും അല്ല എന്ന് പറയുകയാണ്, ആരെയും നമ്മൾ തോളിൽ കയറ്റി നിർത്തരുത് എന്ന് പറയും. അപ്പോൾ മാമച്ചായൻ്റെ അനിയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾക്കൊരു അഡ്രസ്സ് ഉണ്ടോ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പണവും അതുപോലെ തന്നെ സ്വർണ്ണവും എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കുറച്ച് അടിച്ചു മാറ്റി അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരോടോ ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇതെല്ലാം മുകളിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ. രേവതിക്കുട്ടിക്കും ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അവരങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടീനെ, അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട, ഇവിടെയാണെങ്കിൽ അവൾ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതുപോലെയാണ് ഞങ്ങളെ നോക്കുന്നതെന്നൊക്കെ ഗ്രേസമ്മ അവരോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും രേവതിക്കുട്ടീനെ ഒന്ന് സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങളേതായാലും ഇത് പറഞ്ഞത് നന്നായി, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പേടിയാവുന്നുണ്ട്, ഇനി എന്തായാലും ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്നുള്ള മറുപടിയൊക്കെയാണ് കേട്ടോ ഗ്രേസമ്മ അവർക്കാണെങ്കിലും കൊടുക്കുന്നത്. പിന്നീട് മാമച്ചായൻ്റെ അനിയനാണെങ്കിലും റോണീൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ അലമ്പൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവനെ അവിടെ നിർത്തി പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ പ്ലാനൊക്കെ നടത്തണമെങ്കിൽ റോണീനെ അവിടെ നിർത്തിയിട്ട് പോകണമല്ലോ. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും അതിനെതിരാണെന്ന് തോന്നുന്നുണ്ട് അവനെ അവിടെ നിർത്തുന്നതിന്. പക്ഷേ അങ്ങനെ മുഖത്തടിച്ച് പറയാനും പറ്റില്ലല്ലോ, അനിയൻ്റെ മകനല്ലേ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും രേവതിക്കുട്ടീനെ പറ്റി പറയുന്നതെല്ലാം മുകളിൽ നിന്നിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ അനന്യ മനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ വൈകിട്ട് കടപ്പാട്ടൂരിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ അപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് ജെയിംസിൻ്റെ ഭാര്യയാണെങ്കിലും ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ റോണിയും കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ് പോവില്ലേ എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് അവൾ കൊള്ളത്തില്ല എന്നുള്ളത്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ അവരോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ റോണീനെ അവിടെ നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഗ്രേസമ്മ അവരോട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.